ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് പ്ലാന്റിന്റെ ഉദ്ഘാടനത്തിന് പോകാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ട് നിൽക്കുന്ന പാറുവിനെയാണ്. അതേസമയം അങ്ങോട്ടേക്ക് പല്ലവി വരികയാണ്. ചേച്ചി റെഡിയായോ? സുന്ദരിയായിട്ടുണ്ടല്ലോ. പിന്നെ ചേച്ചി, ആ നാരങ്ങ വെച്ച് പണം കണ്ടുപിടിക്കുന്ന വിദ്യ ചേച്ചിക്ക് മുത്തശ്ശൻ പഠിപ്പിച്ചു തന്നെയാണോ? ചേച്ചി, എനിക്കും അത് പറഞ്ഞു തരണം കേട്ടോ. അതൊക്കെ പിന്നീട് പറഞ്ഞു തരാം, ഇപ്പോൾ എനിക്ക് പോകാൻ സമയമായി. പാറു പറയുമ്പോൾ പല്ലവി ചോദിക്കുകയാണ്, എന്നാലും ആരായിരിക്കും ചേച്ചി ഇത്ര ധൈര്യത്തില് ചേച്ചിയുടെ മുറിയിൽ വന്ന് പണം എടുത്തു മാറ്റിയത്? ആരാണെങ്കിലും അവരുടെ കള്ളത്തരമെല്ലാം ഉടൻ തന്നെ പുറത്തു വരും. പിന്നെ പല്ലവി, ആരാണെങ്കിലും അത് ചെയ്തത് എന്നെ ചതിക്കാൻ വേണ്ടിയാണ്. പിന്നെ നീയും ഒന്ന് സൂക്ഷിക്കണം. നീയും അവരുടെ ചതിയിൽ പെട്ടുപോകാൻ സാധ്യത കൂടുതലാണ്. ചേച്ചി പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ലെന്ന് പല്ലവി പറയുമ്പോൾ പാറു പറയുകയാണ്, എനിക്കിപ്പോ വ്യക്തമായി എല്ലാം പറഞ്ഞു തരാൻ പറ്റില്ല. പിന്നെ എല്ലാത്തിൽ നിന്നും രക്ഷപ്പെടാൻ നീ ഇവിടെ നിന്ന് പോകുന്നതാകും നല്ലത്. ഇത് കേൾക്കുന്ന പല്ലവി പറയുകയാണ്, ചേച്ചിക്ക് എന്നോട് വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറ. നാട്ടിൽ പോയിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? ചേച്ചി ഇപ്പൊ എന്താണെങ്കിലും ഉദ്ഘാടനത്തിന് പോകാൻ നോക്കാൻ പറഞ്ഞുകൊണ്ട് ദേഷ്യത്തിൽ പല്ലവി അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് വിശാലിനെയും അച്ചമ്മയുമാണ്. എന്നാലും നല്ലൊരു ദിവസമായിട്ട് നിനക്ക് കമ്പനി പോകാൻ പറ്റുന്നില്ലല്ലോ മോനെ എന്ന വിഷമത്തോടെ അച്ചമ്മ പറയുമ്പോൾ വിശാൽ പറയുകയാണ്, അതൊന്നും കുഴപ്പമില്ല അച്ചമ്മേ. എന്താണെങ്കിലും ഫാക്ടറിയുടെ കാര്യങ്ങളെല്ലാം പാർവതിയും കൂടി നോക്കേണ്ടതല്ലേ. ഇപ്പോഴേ എല്ലാം അവൾ തനിച്ചൊക്കെ ചെയ്തു നോക്കട്ടെ. എല്ലാ കാര്യങ്ങളും ഞാനവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ. എന്തുകൊണ്ടും പ്ലാന്റിന്റെ ഉദ്ഘാടനം പാർവതി നിർവഹിച്ചാൽ അത് നല്ലതായിരിക്കുമെന്ന് വിശാൽ പറയുമ്പോൾ അച്ചമ്മ പറയുകയാണ്, അത് ശരിയാ, പക്ഷേ നീയും കൂടി ഉണ്ടെങ്കിൽ അത് അല്പം കൂടി നന്നായേനെ. അതേസമയം പാറു ഒരുങ്ങി താഴേക്ക് വന്ന് അച്ചമ്മയുടെ അനുഗ്രഹം വാങ്ങുകയാണ്. തുടർന്ന് വിശാൽ പറയുകയാണ്, എനിക്കും വരണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഈ അവസ്ഥയിൽ എനിക്കധികം നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ടാ. ഇത് കേൾക്കുന്ന പാറു വിഷമത്തോടെ വിശാലിനെ നോക്കുകയാണ്. എല്ലാ കാര്യങ്ങളും ഞാൻ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക, നിനക്കവിടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. തുടർന്ന് പാറുവിന്റെ കയ്യിലേക്ക് ഒരു പെട്ടി കൊടുത്തിട്ട് വിശാൽ പറയുകയാണ്, ഓരോ തവണത്തെ ഉദ്ഘാടനത്തിനും നമ്മുടെ പ്ലാന്റിലെ സ്റ്റാഫുകൾക്കെല്ലാം തന്നെ അമ്മ പണം കൊടുക്കുന്ന പതിവുണ്ടായിരുന്നു. ഈ പ്രാവശ്യവും അത് തെറ്റിക്കണ്ട. ഇതിന്റെ അകത്ത് പണമുണ്ട്. നിനക്ക് ഇഷ്ടമുള്ളതുപോലെ സ്റ്റാഫുകൾക്കെല്ലാം കൊടുക്കാമെന്നും വിശാൽ പറയുമ്പോൾ ഇത് കേട്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് പാറു. അതേസമയം താഴേക്ക് വരികയാണ് പ്രഭാവതിയും പ്രതാപനും ജാസ്മിനും കൂടി. വിശാൽ, നീ ടെൻഷനൊന്നും ആകണ്ട, പാർവതിയോടൊപ്പം ഞങ്ങളുണ്ടല്ലോ എന്ന് പ്രഭാവതി പറയുന്നു. എന്തെങ്കിലും കാര്യത്തില് പാർവതിക്ക് എന്തെങ്കിലും പരിചയക്കുറവുണ്ടെങ്കിൽ ഞങ്ങൾ നോക്കിക്കോളാം. പാർവതിയെ ശരിക്കും നോക്കിക്കൊള്ളണമെന്ന് വിശാൽ പറയുമ്പോൾ അത് ഞങ്ങൾ ഏറ്റെന്ന് പ്രതാപനും പ്രഭാവതിയും പറയുന്നു. ഇന്നിവളെ മുകളിലേക്ക് കെട്ടിയെടുക്കുന്ന ദിവസമാ വിശാലെ, അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഇവളെ നന്നായി തന്നെ നോക്കിക്കൊള്ളാമെന്ന് പ്രഭാവതി മനസ്സിൽ പറയുന്നു. അതേസമയം നിങ്ങൾ എല്ലാവരും റെഡിയായോ എന്ന് ചോദിച്ചുകൊണ്ട് ഗാർഗി അങ്ങോട്ടേക്ക് വരികയാണ്. ഞാൻ ഇപ്പോൾ റെഡിയായി വരാം, നിങ്ങൾ എന്നെയും കൂടി വെയിറ്റ് ചെയ്യാൻ പറയുമ്പോൾ പ്രഭാവതി പറയുകയാണ്, വേണ്ട, നീ വരണ്ട. അതെന്താ അമ്മേ ഞാൻ വരണ്ടെന്ന് പറഞ്ഞതെന്ന് ഗാർഗി ചോദിക്കുമ്പോൾ പ്രഭാവതി പറയുകയാണ്, നീ ഇനി റെഡിയായി വരുമ്പോഴേക്കും മുഹൂർത്തം തെറ്റും, അതുകൊണ്ട് ഞങ്ങൾ പോയിട്ട് വരാം. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് പാർവതിയും മറ്റുള്ളവരും അവിടെ നിന്നിറങ്ങുകയാണ്. അങ്ങനെ അവർ കമ്പനിയിലെത്തുകയാണ്. സ്റ്റാഫുകളെല്ലാം ബഹുമാനപൂർവ്വം സ്നേഹത്തോടെയും പാർവതിയെ സ്വീകരിക്കുന്നത് കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് പ്രഭാവതിയും പ്രതാപനും. പാർവതി, നീ സന്തോഷിച്ചോ? ഇത്രയും നേരം നിന്നെ ബൊക്കെ തന്നൊക്കെ സ്വീകരിച്ച ആളുകളെ കുറച്ചു കഴിയുമ്പോൾ നിനക്ക് റീത്ത് വെച്ച് തരും. അങ്ങനെ പാർവതി അകത്തേക്ക് പോകുമ്പോൾ പ്രതാപൻ പറയുകയാണ്, വാ നമുക്കും അകത്തേക്ക് പോകാം. അങ്ങനെ അവർ അകത്തേക്ക് കയറാൻ ഒരുങ്ങുമ്പോൾ ഒരാൾ അവിടെ വന്നു നിന്ന് ജാസ്മിനെ നോക്കുമ്പോൾ ജാസ്മിൻ അയാളോട് ഡൺ എന്ന് കാണിക്കുകയാണ്. അല്ല, ആരാ അതെന്ന് പ്രതാപൻ ചോദിക്കുമ്പോൾ പ്രഭാവതി പറയുകയാണ്, ജാസ്മിൻ നമുക്ക് വേണ്ടി ഏർപ്പാടാക്കിയ ആളാണ്. 10 മണിക്ക് പ്ലാന്റിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി ആ പാർവതി ആ നാട മുറിക്കും. അയാള് അവളുടെ കഥ കഴിച്ചിരിക്കും. അത്രയും പറഞ്ഞുകൊണ്ട് പ്രതാപനെ കൂട്ടിക്കൊണ്ട് പ്രഭാവതിയും ജാസ്മിനും അകത്തേക്ക് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച പൂജകളെല്ലാം നടക്കുന്നതാണ്. അതേസമയം ജാസ്മിന്റെ ആള് ചാക്കിൽ കല്ലുകൾ വെച്ച് കെട്ടുകയാണ്. ചേച്ചി, നമ്മളും ഉദ്ഘാടനത്തിന് അവളുടെ ഒപ്പം നിൽക്കണോ എന്ന് പ്രതാപൻ ചോദിക്കുമ്പോൾ വേണമെന്നും ഇല്ലെങ്കിൽ എല്ലാവരും നമ്മളെ സംശയിക്കില്ലേ എന്നും ജാസ്മിൻ ചോദിക്കുന്നു. അല്ല, നമ്മള് അവൾക്കൊപ്പം നിൽക്കുന്നത് റിസ്ക് അല്ലേ? ചാക്കെങ്ങാനും മാറി നമ്മുടെ തലയിലേക്ക് വീണാലോ? ഇത് കേൾക്കുന്ന ജാസ്മിൻ പറയുകയാണ്, അതൊന്നും ഓർത്ത് അങ്കിള് പേടിക്കണ്ട. അയാളെ ഒരു പ്രൊഫഷണൽ കില്ലറാണ്, ഒരിക്കലും ഉന്നം തെറ്റില്ല. എടാ, അത് മാത്രമല്ല ലക്ഷങ്ങളാ അയാൾക്ക് എണ്ണിക്കൊടുത്തിരിക്കുന്നത്. അതിന്റെ ഉത്തരവാദിത്തം അയാൾ എന്താ കാണിക്കാതെ ഇരിക്കുമോ എന്ന് പ്രഭാവതിയും ചോദിക്കുന്നു. അപ്പോ ധൈര്യമായിട്ട് പാർവതിയുടെ അടുത്ത് പോയി നിൽക്കാമല്ലേ എന്ന് പ്രതാപൻ ചോദിക്കുമ്പോൾ ജാസ്മിനും പ്രഭാവതിയും ചിരിച്ചുകൊണ്ട് പ്രതാപനെ നോക്കുന്നു. നമുക്കവിടെ പോയി നിന്നാലേ ലൈവായിട്ട് അവൾ ചാകുന്നത് കാണാമെന്ന് ജാസ്മിൻ പറയുന്നു. തുടർന്ന് ജാസ്മിൻ പറയുകയാണ്, അതെ, പാർവതിയുടെ മരണം കണ്ട് സന്തോഷിച്ച് നിന്നാൽ മാത്രം പോരാ, അവൾ മരിക്കുന്നത് കാണുമ്പോഴേ അലമുറയിട്ട് കരയണം. ഇല്ലെങ്കിൽ എല്ലാവരും നമ്മളെ സംശയിക്കില്ലേ? അതിനെന്താ, കരഞ്ഞേക്കാലോ, നെഞ്ചു തടിച്ചു തന്നെ കരഞ്ഞേക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പ്രഭാവതിയും ജാസ്മിനും പ്രതാപനും പൊട്ടിച്ചിരിക്കുകയാണ്. അതേസമയം പാർവതി മേഡം അന്വേഷിക്കുന്നെന്ന് ഒരാൾ വന്ന് പറയുകയാണ്. അങ്ങനെ ഉദ്ഘാടന സ്ഥലത്തേക്ക് പ്രതാപനും പ്രഭാവതിയും ജാസ്മിനും കൂടി വരുമ്പോൾ പാറു പറയുകയാണ്,
ഞാൻ അമ്മയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. വേണം നാട മുറിച്ച് ഈ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്യാൻ. അയ്യോ അത് വേണ്ട മോളെ, കമ്പനിയിൽ ഇപ്പോ ഗായത്രി ചേച്ചിയുടെ സ്ഥാനത്തിരിക്കുന്നത് മോളാ, അപ്പോ മോള് തന്നെ ചെയ്താൽ മതി. വേണ്ട അമ്മ തന്നെ ചെയ്താൽ മതിയെന്ന് പാറു പറയുമ്പോ പ്രഭാവതി പറയുകയാണ്, വേണ്ട മോളെ എന്നെ നിർബന്ധിക്കണ്ട, ആരൊക്കെ നിർബന്ധിച്ചാലും ഞാൻ ഈ ഉദ്ഘാടനം ചെയ്യില്ല. ഇതിന്റെ പിന്നില് വേറെയും ചില കാരണങ്ങളൊക്കെ ഉണ്ട് എന്ന് പാറു ജാസ്മിനെ നോക്കുമ്പോ ജാസ്മിൻ പറയുകയാണ്, അയ്യോ ഞാനൊന്നും ഉദ്ഘാടനം ചെയ്യുന്നില്ല. കേൾക്കുന്ന പാറു ജാസ്മിന്റെ അടുത്തേക്ക് ചെന്ന് പറയുകയാണ്, അതിന് നിന്നോട് ആരാ പറഞ്ഞ ഉദ്ഘാടനം ചെയ്യാൻ? അതിനുള്ള ഒരു യോഗ്യതയും നിനക്കില്ലല്ലോ. നിനക്ക് ഈ കമ്പനിയുമായിട്ട് എന്ത് ബന്ധമാ ഉള്ളത്? തുടർന്ന് പ്രതാപം പറയുകയാണ്, അതെ മുഹൂർത്തം കഴിയുന്നു, പെട്ടെന്ന് ഉദ്ഘാടനം നിർവഹിക്കും. കേൾക്കുന്ന പാറു റിബൺ മുറിക്കാനായി റിബണിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ജാസ്മിന്റെ ആള് പെട്ടെന്ന് തന്നെ ആ കയറഴിച്ചു വിടുകയാണ്. പെട്ടെന്ന് വിശാൽ അങ്ങോട്ടേക്ക് വരികയും ആ കയറ് തിരിച്ചു കെട്ടി അയാളെ അവിടെ നിന്ന് തള്ളി മാറ്റി അടിച്ചൊതുക്കുകയാണ്. അങ്ങനെ അയാൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുമ്പോൾ വിശാൽ ആലോചിക്കുകയാണ്, എന്നാലും പാർവതിയുടെ വൈരാഗ്യമുള്ള ആരായിരിക്കും? പാർവതിയുടെ മരണം കാത്തിരുന്ന പ്രതാപനും പ്രഭാവതിയും ജാസ്മിനും പാർവതിക്ക് നാടം മുറിച്ചിട്ടും ഒന്നും സംഭവിക്കാത്തത് കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ്. അതേസമയം വിശാലും താഴേക്ക് വരുന്നു. പാർവതി വിളക്ക് തെളിയിക്കുന്നത് കണ്ട് സന്തോഷത്തോടെ പാർവിനെ നോക്കി നിൽക്കുകയാണ് വിശാൽ. സമയം ദേഷ്യത്തോടെ നിൽക്കുകയാണ് പ്രതാപനും പ്രഭാവതിയും ജാസ്മിനും. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.